ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലെ ഫോട്ടോസ് അതുപോലെ വീഡിയോസ് എല്ലാം നമുക്ക് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. ചില എമർജൻസി സിറ്റുവേഷനിൽ, അതായത് നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് എല്ലാമായി നമ്മൾ ഇത് സർവീസിനെല്ലാം കൊടുക്കുമ്പോഴെല്ലാം ഇത്തരത്തിൽ നമുക്ക് ഫോട്ടോസ് അതുപോലെ വീഡിയോസ് എല്ലാം ബാക്കപ്പ് ചെയ്യേണ്ടതായി വരും. എല്ലായ്പ്പോഴും നമുക്കിത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ബാക്കപ്പ് ചെയ്യാനൊന്നും സാധിച്ചു എന്ന് വരില്ല. ചിലപ്പോൾ എമർജൻസി സിറ്റുവേഷനിലെല്ലാം തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് ബാക്കപ്പ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് ബാക്കപ്പ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഫോട്ടോസ് എന്നൊരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ ഒരു ഫോട്ടോസ് എന്ന ഓപ്ഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം കുറച്ച് ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്യാലറിയിലെ ഫോട്ടോസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാര്യം ഇത് ബാക്കപ്പ് ചെയ്യുന്നതിന് ചില ആളുകൾ ഈ ഗൂഗിൾ ഫോട്ടോസ് എന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അവർക്ക് ബാക്കപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ബാക്കപ്പ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊഫൈൽ പിക്ചറിൽ ഇവിടെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇത് ഞാൻ ബാക്കപ്പ് ഓഫ് ചെയ്തു വച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ഓഫ് ചെയ്തു വച്ചിരിക്കുന്ന ഈ ഒരു ബാക്കപ്പ് ഇത് നമുക്ക് ടേൺ ഓൺ ബാക്കപ്പ് എന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ മെയിൽ ID എല്ലാം ഇവിടെ കാണിക്കും. അതായത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് വേറെ ജിമെയിൽ ഡീറ്റെയിൽസ് എല്ലാമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ജിമെയിൽ അക്കൗണ്ട് ഇത് സെലക്ട് ചെയ്ത് ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വീഡിയോസ് എല്ലാം ബാക്കപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇത് ബാക്കപ്പ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ ടേൺ ഓൺ ബാക്കപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഫോണിലുള്ള 6 ഐറ്റംസ് ഇപ്പോൾ പെൻഡിങ്ങിലുണ്ട്. ഈ ഐറ്റം എല്ലാം തന്നെ ബാക്കപ്പ് ആകുന്നുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈഫൈ എല്ലാം കണക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഐറ്റം എല്ലാം, അതായത് നിങ്ങളുടെ ഫോണിലെ വീഡിയോസ് അതുപോലെ ഫോട്ടോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 6 എന്നത് ഇവിടെ 5 ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ വീഡിയോസ് അതുപോലെ ഫോട്ടോസ് എല്ലാം സേഫായി നമുക്കിതിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് സ്റ്റോറേജ് ഇത് ഓൾമോസ്റ്റ് ഫുൾ എന്നാണ് കാണിക്കുന്നത്. 12 GB വരെ ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. എനിക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന GB എന്ന് പറയുന്നത് 15 GB ആണ്. ഒരു ഗൂഗിൾ അക്കൗണ്ടിന് 15 GB ഫ്രീ ആയി നമുക്ക് ഡാറ്റ സ്പേസ് എല്ലാം തരും. അതിൽ തന്നെയാണ് നമ്മുടെ മെയിൽ അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ബാക്കപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ സേവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ബാക്കപ്പ് കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ ഈ ഫോണിലുള്ള ഈ ഫോട്ടോസ് വീഡിയോസ് എല്ലാം തന്നെ ഇതിലേക്ക് ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഫോട്ടോസ് അതുപോലെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോൺ നമുക്ക് സർവീസിനായി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോൺ അത് തിരിച്ചു കിട്ടിയതിന് ശേഷം നിങ്ങളുടെ ഐഡിയിൽ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ഓപ്ഷനാണിത്. അതുപോലെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ സ്റ്റോറേജ് എല്ലാം ആവശ്യമാണെങ്കിൽ, അതായത് നിങ്ങൾ ഇതുപോലെ ബാക്കപ്പ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് 15 GB തികയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി സ്റ്റോറേജ് എല്ലാം പർച്ചേസ് ചെയ്യാമെന്നതാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് 100 GB ട്രയൽ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മന്ത് വേണമെങ്കിൽ ഇതിൽ ഫ്രീ ആയി നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു 100 GB സ്പേസ് ഇത് ട്രയലായി തരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ അതിനുശേഷം 130 രൂപ മാസം നമ്മുടെ കയ്യിൽ നിന്നും ഈ ഒരു സ്റ്റോറേജ് എല്ലാം നമുക്ക് നൽകുന്നതിന് പിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 GB സ്റ്റോറേജ് അഡീഷണൽ ഡാറ്റ എല്ലാം എടുക്കണമെങ്കിൽ ഇത്തരത്തിൽ മന്ത്ലി 130 റുപ്പീസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സർവീസ് എല്ലാം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 100 GB എന്നത് അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു പ്ലാൻ എല്ലാം അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായി ഇങ്ങനെ നമ്മുടെ ഫോട്ടോസ് അതുപോലെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ബാക്കപ്പ് ആകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് ഇവിടെ ഫോട്ടോ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിംഗ് അപ് ടു എന്ന് വന്ന് നമ്മുടെ ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ബാക്കപ്പ് എന്നതിൽ ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ
ബാക്കപ്പ് എന്നത് ഓൺ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് ടാപ്പ് ചെയ്ത് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനാൽ തന്നെ ഇനി നിങ്ങളുടെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഓട്ടോമാറ്റിക്കായി ഇവിടെ ബാക്കപ്പ് ആകില്ല. ഇതിനായി നമ്മൾ ഈ ബാക്കപ്പ് ഓൺ ചെയ്താൽ മാത്രമാണ് ഇതെല്ലാം തന്നെ നമുക്ക് വീണ്ടും ബാക്കപ്പ് ചെയ്യാനെല്ലാം സാധിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്